രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാധ്യക്ഷ എന്ന ഖ്യാതിയിൽ അധികാരത്തിലെത്തിയ ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്ത്. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം പാസായി. UDFിലെ സ്വതന്ത്ര മുന്നണിയിലെ ചെയർപേഴ്സണായിരുന്നു ദിയ ബിനു. കോൺഗ്രസിലെ 4 കൌൺസിലർമാർ വിപ്പ് ലംഘിച്ച് അവിശ്വാസ പ്രമേയത്തിന് വോട്ട് ചെയ്തു. സ്വതന്ത്രയായ മായ രാഹുലും എത്തിയിരുന്നു. കോൺഗ്രസിലെ ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരും LDFിന്റെ 12 അംഗങ്ങളും അവിശ്വാസത്തിൽ പങ്കെടുത്തു. അവിശ്വാസം അനിവാര്യമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ പറഞ്ഞു. ആ അവിശ്വാസ നോട്ടീസ് ഞങ്ങളെ നേരത്തെ സൂചിപ്പിച്ചു, വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കാനല്ല, അതേ സ്ഥാനത്തിനെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളുടെ ഭരണം വന്നു. പക്ഷേ ഞങ്ങളുടെ നിലപാടുകൾക്ക് ഞങ്ങൾക്ക് മാറ്റമില്ല, നിലപാടുകളാണ് വരുന്നത്. നിങ്ങൾക്കറിയാം, സ്വതന്ത്ര മുന്നണിയുമായിട്ട് പരോക്ഷമായിട്ട് പോലും ഒരു കൂട്ടുകെട്ട് ഞങ്ങളില്ല. കാരണം സ്വതന്ത്ര മുന്നണിയുടെ യഥാർത്ഥ കുടുംബ മുന്നണിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇത്. പാരമ്പര്യമുണ്ടായിരുന്നു. ആ പാരമ്പര്യം കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് പാലായുടെ പാരമ്പര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മാണിസാറ് കരുതി വെച്ച ആ പാലായുടെ പാരമ്പര്യമാണ് ഈ 6 മാസക്കാലം കൊണ്ട് ഇവിടെ നഷ്ടപ്പെടുത്തിയത്. അത് തിരിച്ചു പിടിക്കാൻ സമാന ചിന്താധികാരമായിട്ട് പാലായുടെ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന നല്ല ആൾക്കാരുമായിട്ട് ചേർന്ന് ഭരിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഞങ്ങളുടെ. ഭരണം കേരള കോൺഗ്രസ് പിടിക്കുമെന്നാണോ എൻ്റെ അർത്ഥം? ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പിടിക്കുന്നല്ലോ. ഭരണം പാല അനാഥമാകില്ല. നേരത്തെ പറയാം, പാല അനാഥമാകില്ല. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു ഭരണത്തിന് അസ്ഥിരത ഉണ്ടാക്കിയല്ലോ. സ്വതന്ത്ര കൌൺസിലിലെ 3 പേരും കേരള കോൺഗ്രസിലെ 3 പേരും KDPയിലെ 1 അംഗവും എത്തിയില്ല. അവിശ്വാസ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ച് DCC കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു. വിപ്പ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് വരണാധികാരി. ന്യൂസ് ബ്യൂറോ, പാലാ.